അവിടെ രണ്ടുപേരെ കുഴിച്ചിട്ടപ്പം മിനിങ്ങാന്ന് രാത്രിയിൽ ഇറച്ചി മേടിച്ച് കറി വെച്ച് കഴിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സവൻ്റെ കല്ലല്ലേ, ഒന്നിനെ ചെയ്തിരിക്കുന്നത് 100%. ഇനി യാതൊരു മാറ്റമില്ല. ഇനി അവനെ അപ്പൻ എവിടെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ മതി. അപ്പൊ അമ്മ ഇവനെ തല്ലാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തെ വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. അവനറിയാം. മിനിങ്ങാന്ന് പോലീസുകാരെ ഇവിടെ ചെന്ന സമയത്താണ് അവൻ ഇറങ്ങി പോകുന്നത്. അതുവരെ അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു. അതാണ് അവൻ അവനോട് ചോദിച്ചാൽ അവൻ സത്യം പറയുമല്ലോ. കാരണം സജി ഏതിലെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരെ കുഴിച്ചിട്ടപ്പം മിനിങ്ങാന്ന് രാത്രിയിൽ ഇറച്ചി മേടിച്ച് കറി വെച്ച് കഴിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സവൻ്റെ കല്ലല്ലേ, ഒന്നിനെ ചെയ്തിരിക്കുന്നത് 100%. ഇനി യാതൊരു മാറ്റമില്ല. ഇനി അവനെ അപ്പൻ എവിടെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ മതി. ആ ഒരു കേസ് ക്ലോസ് ചെയ്തിപ്പോൾ അവൻ തന്നെയാണ്. അവൻ തന്നെ പറയണം അവനെ അപ്പനെ കുറിച്ച്. അത് അറിയണം, ഞങ്ങൾക്ക് അറിയണം. ഈ പിതാവിന്റെ തിരോധാനത്തിൽ ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഒരു സംശയം. അതെ ഉറപ്പായിട്ടും. ഇത് ഇത്രയും കാലം അവനെ ആരും പിടിക്കുന്നില്ല കണ്ടപ്പോൾ അവനെ അടുത്തതും കൂടി ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ 10-30-20 ദിവസം കൊണ്ടായില്ലേ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആരും അറിയത്തു പോലും ഇല്ല കാര്യങ്ങൾ. നിങ്ങളുടെ സംശയം എന്താണ് ഈ ഘട്ടത്തിൽ? സംശയം വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മ അല്ല എന്തിനു വേണ്ടി കൃത്യം നടത്തിയെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? അതറിയാം, അത് എനിക്ക് അറിയാൻ പാടില്ല, അറിയണം. നിങ്ങളുടെ സംശയം തന്നെ ഒന്നുകിൽ അവന് കല്യാണം കഴിക്കുന്ന അവൻ ചേട്ടന് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല, അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് ബുദ്ധിയാണോ ഒന്നും അറിയത്തില്ല. അതൊന്നും പറയണം, വാങ്ങണം പറയണം. ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നു. ഉണ്ടോ ഉപയോഗം? മദ്യം മാത്രമല്ല മറ്റു ലഹരികളും മറ്റേ ഉപയോഗിക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഞാൻ കാണാവിളിക്കൊണ്ട് വീടിന്റെ പരിസരത്ത് അതെ അതെ അങ്ങനെയുള്ള ആളാണോ? നമ്മളിതിൽ ചെയ്തെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്തെല്ലാം കണ്ടിട്ടുണ്ട് 100%. അവൻ മാറിയെന്നെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം വായിച്ചിട്ടുണ്ട്. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പ്രവേശിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു ദിവസം സ്മോൾ അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയായിരുന്നു. അപ്പം മൂത്ത ആൾ പറഞ്ഞു മിണ്ടായിരിക്കണം, അമ്മയ്ക്ക് വയ്യായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇവനെ തല്ലാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തെ വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അമ്മയും ചേട്ടനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് എൻ്റെ അപ്പാപ്പിയോട് അന്വേഷിക്കും, ആൻറ്റിയോട് അന്വേഷിക്കും, പുറത്തുള്ള ഓട്ടക്കാരോട് അന്വേഷിക്കും, കാണുന്നുണ്ടോന്ന്. അപ്പം ഈ ഒരു മാസമായിട്ട് റെജിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വന്നിട്ടാണ്. ഇവളെയും ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാരണം ഇവന്റെ മനസ്സിൽ എന്തോ മറയ്ക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അച്ഛന്റെ തിരോധാനം തന്നെയാണ് മറയ്ക്കുന്നത്. അത് നമ്മൾ അറിയില്ല. അതിനുവേണ്ടി ഞങ്ങളെല്ലാം മാറ്റി നിർത്തുന്നത്. അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ നിങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? നിങ്ങളോട് അത്ര ആരും വർത്താനം അങ്ങനെ കാര്യം പറയാനില്ല. എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയാണ്, അതുമായിട്ട് സംഭവിക്കാം. എൻ്റെ അടുത്ത് വരികയില്ല, എന്നെ പേടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ല. അവൻ്റെ കൈക്ക് പൊട്ടലെന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ബാത്റൂമിൽ വീണതെന്നാണ് പറയുന്നത്. അത് ഈ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായതാ? അതെ, ഒരാഴ്ചയിൽ ഒരു 10-15 ദിവസമായിരുന്നു. കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, കൈയുടെ പറ്റും. അങ്ങനെ ചികിത്സ ബാൻഡേജൊക്കെ ചുറ്റിക്കൊണ്ടാണല്ലോ. മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ല, മദ്യപിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നമുള്ളൂ, അല്ല വേറെ പ്രശ്നം. നിങ്ങളോടൊക്കെ സംസാരിക്കുമായിരുന്നു? കണ്ണാ വിളിക്കും, അപ്പാപ്പിന്ന് വിളിക്കും, അത്ര വിളിക്കും, അല്ല വേറെ സംസാരിക്കാൻ